സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓണറായ സാർ ജിം റാഡ്ക്ലിഫ് ഇപ്പം ഗ്യാരി നെവലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. സോ ആ ഇന്റർവ്യൂവിലെ പല കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പ്രോബ്ലി ഹാറ്റ്സ് ഓഫ് ടു സാർ ജിം റാഡ്ക്ലിഫിന് ആദ്യമേ ഒരു പുള്ളി കാണിച്ചതിന് നമുക്കൊരു കൺഗ്രാലേഷൻസ് കൊടുക്കണം, അതോ ആ കരേജ് സമ്മതിക്കണം. ആള് മീഡിയനെ നേരിടാൻ റെഡിയായി. ആൻഡ് ഗ്യാരി നെവൽ ഈസി ഷുഗർ കോട്ട് ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ച ആള് നല്ല രീതിയിൽ തന്നെ ഷുഗർ കോട്ടിങ് ക്വസ്റ്റ്യൻസ് അല്ല, ആള് പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല ക്വസ്റ്റ്യൻസും സാർ ജിം റാഡ്ക്ലിഫിനോട് ചോദിച്ചിരുന്നു. സോ നമുക്കറിയാം 29% ഓണർഷിപ്പാണ് സാർ ജിം റാഡ്ക്ലിഫിന് ഇനിയോസ് ഗ്രൂപ്പിനുള്ളത്. 1.3 ബില്യൺ പൗണ്ട്സ് കൊടുത്താണ് അവർ ആ ഒരു ഡീല് സൈൻ ചെയ്തത്. സോ നമ്മൾ നോക്കാനാണ് ഇപ്പോഴും ഗ്ലേസേഴ്സ് ആണ് മെജോറിറ്റി ആ ടീമിന്റെ ഓണേഴ്സ്. പക്ഷെ അവന്മാർ ഇതുവരെ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയോ പബ്ലിക്കലി വന്ന് എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഇന്നലത്തെ ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ക്ലബിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ മെജോറിറ്റി ആയിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്ലേസേഴ്സ് തന്നെയാണ്. സോ നമ്മളാണെങ്കിൽ ആ ഇന്റർവ്യൂയുടെ പോയിന്റ്സിലോട്ട് കോട്ട് ചെയ്യുന്നതിന് അഥവാ അതിലോട്ട് പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു തുടങ്ങാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പം 500 മില്യന് മുകളിൽ ഡെപ്റ്റ് ഉണ്ട്. അതായത് $500 million മുകളിൽ ഇപ്പോഴും ഡെപ്റ്റ് ഉണ്ട്, അതായത് പ്രിൻസിപ്പൾ ഡെപ്റ്റ് ഉണ്ട്. കൂടാതെ അവർ ഈ ഗ്ലേസേഴ്സ് ഓണർഷിപ്പ് ഏറ്റെടുത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഏറ്റെടുത്തതിന് ശേഷം തൊട്ട് ഓൾമോസ്റ്റ് 1 ബില്യൺ, അതായത് 1000 മില്യന് മുകളിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടന്ന ഈ ടീം നടത്തിയിട്ടുണ്ട്. ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എല്ലാം പോയിരിക്കുന്നത് ഗ്ലേസേഴ്സിന്റെ കയ്യിൽ നിന്നല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്നാണ് ഈ ഇൻട്രസ്റ്റ് പൊക്കോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈവൻ ഇഫ് ക്ലബ്ബ് ലോസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈവൻ ഇഫ് ക്ലബ്ബുകൾ ഇപ്പം ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലും ഗ്ലേസേഴ്സ് അവരുടെ ഷെയർ ഈ ക്ലബിൽ നിന്ന് വലിക്കാറുണ്ട്. ക്ലബ്ബ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ നിന്ന് അവരുടെ ഷെയർ വലിക്കാറുണ്ട്. സോ പ്രാക്ടിക്കലി ആസ് തിങ് സ്റ്റാൻഡ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങിക്കാനായിട്ട് ഗ്ലേസേഴ്സ് അവരുടെ ഇന്ന് ഫണ്ട് ഇറക്കിയിട്ടില്ല, ഫുൾ ഡെപ്റ്റ് എടുത്താണ് ആ ഒരു എടുത്തത്. ഇൻട്രസ്റ്റും ക്ലബ്ബ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടാതെ അവരും ആ റവന്യൂ ഒന്ന് വലിക്കുന്നുണ്ട്. സോ ഒരു എന്താ പറയുക, ഒരു പക്ക ബിസിനസ് മോഡലായിട്ട് എക്സാമ്പിൾ നോക്കണമെങ്കിൽ നോക്കാം. പക്ഷേ ഒരു ക്ലബിനെ എങ്ങനെ നശിപ്പിക്കാം, ഫൈനാൻഷ്യലി ക്ലബിനെ എങ്ങനെ നാശത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഗ്ലേസേഴ്സ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. കൂടാതെ അവർ കാണിച്ചോട്ടെ, പക്ഷെ അവർ കാണിച്ചതിനോടൊപ്പം തന്നെ അവർ നടത്തിയിട്ടുള്ള സ്പോർട്ടിംഗ് ഡിസിഷൻസും ഡ്രെഡ്ഫുൾ ആണ്, അത് പറയാതിരിക്കാൻ പറ്റും. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സാർ ജിം റാഡ്ക്ലിഫ് അണ്ണനോട് ഗ്ലേസേഴ്സിനെ കുറിച്ച് കുത്തി ഗ്യാരി നെവിൽ ചോദിച്ചു, 2-3 തവണ ചോദിച്ചു. ഓക്കെ, ഗ്യാരി നെവിൽ ചോദിച്ചു. പക്ഷെ നമുക്കറിയാം പാർട്ട്നേഴ്സ് ആണ്, മെജോറിറ്റി ഓണേഴ്സ് അവരാണ്. സോ അവരെ കുറിച്ച് ഓവർലി റാഡ്ക്ലിഫിന് പറയാൻ പറ്റത്തില്ല. പക്ഷെ പുള്ളി സമ്മതിച്ചു. എയർലിയർ മാനേജ്മെന്റിന്റെ പുള്ളി മെയിൻലി ഉദ്ദേശിച്ച എഡ് വുഡ്വേർഡും ആ ടീമിനെ കുറിച്ചായിരിക്കാം മെയിൻലി ഉദ്ദേശിച്ചത്. കുറെ മോശം ഡിസിഷൻസ് എടുത്തിരുന്നു സ്പോർട്ടിംഗ് വൈസ്, അത് ക്ലബിനെ ബാധിച്ചിട്ടുണ്ട് ഫൈനാൻഷ്യലി എന്നുള്ളത് ആൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചില ഡിസിഷൻസ് ഒക്കെ ക്വസ്റ്റ്യനബിൾ ആണ് എന്നുള്ളത് ചോദിച്ചിരുന്നു. അതുപോലെ ആ മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇൻഡയറക്ട്ലി ഗ്ലേസേഴ്സിനായിട്ട് ഒരു ഡിഗ് എടുത്തെന്ന് വേണേൽ പറയാം. പക്ഷെ നമുക്ക് ഓപ്പൺലി ഗ്ലേസേഴ്സിനെ പുള്ളിക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു ഗ്യാരി നെവിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഞാൻ ഓർത്തില്ല ഗ്യാരി നെവിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഗ്ലേസേഴ്സിനെ കുറിച്ച്. പുള്ളി കുത്തി വീണ്ടും ചോദിച്ചു, 1-2 തവണ എടുത്തിട്ടു. സോ അവിടുന്ന് നമുക്ക് നേരെ പുള്ളി പറഞ്ഞ ഇന്റർവ്യൂവിന്റെ മറ്റ് പോയിന്റ്സിലോട്ട് കിടക്കാം. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ് തിങ്സ് സ്റ്റാൻഡ്സ് ഫൈനാൻഷ്യലി വളരെ മോശം സിറ്റുവേഷനിലാണ് ആള് തുറന്ന് സമ്മതിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാനായിട്ടാണ് പുള്ളി പറഞ്ഞത്, 100 മില്യണോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആസ് തിങ്സ് സ്റ്റാൻഡ്സ് സാലറി പേ ചെയ്യേണ്ടത് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കോൺട്രാക്ട് സിറ്റുവേഷൻ വെച്ചാൽ അത് പ്ലേയേഴ്സിന്റെ അല്ല മെറ്റ് രീതിയിൽ, അതായത് 100 മില്യണോളം സാലറിയും മെറ്റും കോസ്റ്റ് ആയിട്ട് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കും, എല്ലാ ഫൈനാൻഷ്യൽ ഇയറിലും കൂടിക്കൊണ്ടിരിക്കും. പ്ലേയേഴ്സിന്റെ സാലറി അല്ല, മെറ്റ് സ്റ്റാഫുകളുടെ സാലറി, കൂടാതെ മെറ്റ് എക്സ്പെൻസുകൾ ഉണ്ടല്ലോ, ഒബ്ലിഗേഷൻ പേയ്മെന്റുകൾ, അങ്ങനെ ഇങ്ങനെ ഒക്കെ ആയിട്ട് 100 മില്യണോളം ലോണും ഒക്കെ ആയിട്ട് ഓരോ വർഷവും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂടിക്കൊണ്ടിരിക്കും പേയ്മെന്റ്. കൂടാതെ പ്ലേയേഴ്സിന്റെ വേജസും ആസ് തിങ്സ് സ്റ്റാൻഡ്സ് ഓരോ വർഷം കഴിയുന്നതോറും കൂടുന്നുണ്ട്. സോ മേ ബി അനദർ 100 മില്യൺ അങ്ങനെയും കൂടുന്നുണ്ട്. സോ 200 മില്യണോളം ഒരു എസ്റ്റിമേറ്റ് ആണ് പുള്ളി പറഞ്ഞത്, 200 മില്യണോളം അങ്ങനെ ടീമിന് കൂടുന്നുണ്ട്. ബട്ട് ക്ലബ്ബ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഓരോ വർഷവും 100 മില്യൺ വെച്ച് റേസ് ആവുന്നു. അതായത് 200 മില്യണോളം ക്ലബിന് കോസ്റ്റുകൾ എല്ലാ വർഷവും കൂടുന്നുണ്ട്, വേജസിന്റെ കാര്യമായിട്ട് പ്ലേയേഴ്സിന്റെ മറ്റു വേജസും ഒക്കെ ആയിട്ട്. അതേസമയത്ത് 100 മില്യനെ നമ്മുടെ റവന്യൂ ഓരോ വർഷവും ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ലാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് 3 വർഷമോ 4 വർഷമൊക്കെ ആയിട്ട് നമ്മൾ 300 മില്യന് മുകളിൽ ലോസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓവർ. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിൽ പുള്ളി പറഞ്ഞത്, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബൈ ദ ഇയർ എൻഡ്, ഈ വർഷം ക്രിസ്മസ് ആകുമ്പോഴേക്കും ക്ലബിന്റെ അവസ്ഥ ഫൈനാൻഷ്യലി പരിതാപകരമായിരിക്കുമെന്ന് ആൾ തുറന്ന് സമ്മതിച്ചു. സോ അതുകൊണ്ടാണ് താൻ ഇങ്ങനെ കോസ്റ്റ് കട്ടിങ് മെഷേഴ്സ് എടുക്കുന്നതെന്നും പറഞ്ഞു. ഒരു ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ഇപ്പം എന്നാ പറയാ, പല അനാവശ്യ പോസ്റ്റുകളിലോട്ടും അപ്പോയിന്റ്മെന്റ്സ് നടത്തിയതിനെ കുറിച്ചും പുള്ളി എക്സാമ്പിൾ പറഞ്ഞു. അതായത് ബോഡി ലാംഗ്വേജ് എക്സ്പെർട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്
മില്യൺസ് ഓഫ് എന്നാ പറയുക യൂറോസ് ആണ് ക്ലബ്ബ് അനാവശ്യമായിട്ട് പൊടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല എക്സ് പ്ലേയേഴ്സിനും അതുപോലെ തന്നെ പല ഏജൻസിനും അതുപോലെ തന്നെ ചില പ്ലേയേഴ്സിന് അഥവാ ചിലവർക്കൊക്കെ ഉള്ള പേയ്മെൻറ്റ് എന്തിൻ്റെ ബേസിലാണ് പോയതെന്ന് തനിക്ക് തന്നെ അറിയത്തില്ല എന്നുള്ള രീതിയിൽ ആൾ പറയുകയുണ്ടായി. സോ അതുകൊണ്ട് തന്നെയാണ് താൻ കോസ്റ്റ് കട്ടിങ് മെഷേഴ്സ് എടുക്കുന്നതും അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ഫുഡ് വെട്ടിച്ചൊരുക്കുന്ന കാര്യത്തിൽ നമ്പർ ഓഫ് സ്റ്റാഫുകളെ പിരിച്ചുവിടുന്നതും എല്ലാം ബൈ ദ ഇയർ എൻഡ് കോസ്റ്റ് കട്ട് ചെയ്തില്ലെങ്കിൽ ക്ലബിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമാവുമെന്ന് ആൾ തുറന്നു പറഞ്ഞു. സോ അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഹാർഷായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. യെസ്, അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ മറ്റേ ബോഡി ലാംഗ്വേജ് എക്സ്പേർട്ട് അതൊക്കെ എടുത്ത് കളയുന്നത് അണ്ടർസ്റ്റാൻഡബിൾ, കോസ്റ്റ് കട്ട് ചെയ്യണം. പക്ഷേ ഫുഡിന്റെ മെഷേഴ്സും മറ്റുമൊക്കെ കുറച്ച് ഓവർ ദ ടോപ്പാണ്. പക്ഷേ പ്രോബബ്ലി ക്ലബിനെ രക്ഷിക്കാൻ അഥവാ ക്ലബിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ അതായത് ആൾക്ക് അവസരമുള്ളതായിരിക്കും, അതായത് ആൾക്ക് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളതായിരിക്കാം. ലെറ്റ്സ് സീ. പക്ഷെ എന്നാൽ അതൊരു അല്പം ഹാർഷാണ്. അതുപോലെ തന്നെ ആൾ പറഞ്ഞു താങ്കളുടെ നേരത്തെ ബോർഡ് നടത്തിയ സൈനിങ്സുകൾ അതായത് സാൻജോ ആണേലും ഓയിലൻ്റെ, ഒനാന, കസമീറോ ഇവരുടെയൊക്കെ അതായത് സൈൻ ചെയ്തതിൻ്റെ പേയ്മെൻറ്റ്സ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫുള്ളി പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാൻജോയുടെ ഓൾമോസ്റ്റ് ഇനി 17 മില്യൺ യൂറോസോടെ ആൾക്ക് 17 മില്യൺ പൗണ്ട്സോടെ സാൻജോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഡോർട്ട്മുണ്ടിന് പേ ചെയ്യാനായിട്ടുണ്ട്. സോ നമ്മളൊരു പ്ലെയറെ 100 മില്യൺ വാങ്ങിച്ചാൽ ആ 100 മില്യൺ ഒറ്റ അടിക്ക് കൊടുക്കുമല്ലോ, പ്രോബ്ലി 3, 4, 5 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടായിരിക്കാം പേ ചെയ്യും. സോ സാൻജോയ്ക്ക് ഇനിയും 17 മില്യണോളം കൊടുക്കാനായിട്ടുണ്ട്, അത് കോസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. സോ ഈവൻ ഈ സാൻജോന് 25 മില്യൺ യുണൈറ്റഡ് വിട്ടാലും 8 മില്യൺ പൗണ്ട്സ് യുണൈറ്റഡിന് 25 മില്യൺ ആണ് ഒബ്ലിഗേഷൻ ടു ബൈ ചെൽസി. പ്രോഫിറ്റ് ആയിട്ട് നെക്സ്റ്റ് വിൻഡോയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് 17 മില്യൺ അവരുടെ കോസ്റ്റ് ആയിട്ട് തന്നെ അവർക്ക് ഡോർട്ട്മുണ്ടിന് കൊടുക്കാനായിട്ടുള്ളതാണ്. അങ്ങനെ പോകും. അതുപോലെ ഹോയിലൻഡിന്റെ അറ്റ്ലാന്റിക് കൊടുക്കാനുണ്ട്, കസമീറോയുടെ സ്റ്റിൽ പേയ്മെന്റ് കൊടുക്കാനുണ്ട് ഫോർ റയൽ മാഡ്രിഡ്. സോ അങ്ങനെ കിടക്കുവാണ്. ഒനാനയുടെ ഇന്റർ മിലാൻ ഇനിയും കൊടുക്കാനുണ്ട് കുറച്ചുകൂടെ എന്നാണ് ആള് പറഞ്ഞത്. സോ അങ്ങനെ കുറെ പേയ്മെന്റ്സ് ഇനിയും കൊടുക്കാനുണ്ട്. സോ നേരത്തെ ബോർഡ് നടത്തിയ സൈനിങ്സിന്റെ പേയ്മെന്റുകൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കാനുണ്ട്. സോ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റവും കോസ്റ്റാണ്. കൂടാതെ പുള്ളിയോട് സാർ അലക്സ് ഫെർഗൂസന്റെ ആ റോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു സാർ അലക്സ് ഫെർഗൂസനെ താൻ പോയി കണ്ടു, സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. പുള്ളി ഹാപ്പിലി അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു, തനിക്ക് പേയ്മെന്റ് വേണ്ട എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നു. സോ അത് പോസിറ്റീവായിട്ടാണ് ആ മീറ്റിംഗ് പോയെന്നുള്ള ആൾ തുറന്ന് സമ്മതിച്ചു. സോ എനിക്ക് റാഡ്ക്ലിഫിനോട് ചോദിക്കാനായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഡെഫിനറ്റ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ഓൺ എ ലോസ്. ഈ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂടുതൽ ലോസുകൾ റിപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ പ്രോഫിറ്റ് അഥവാ റവന്യൂ കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് കൂടുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് മെയിൻലി തോന്നുന്നത് ഡെപ്റ്റിൻ്റെ പേയ്മെൻറ്റാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എല്ലാ വർഷവും ഡെപ്റ്റിൻ്റെ നല്ലൊരു ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഗ്ലേസേഴ്സ് ക്ലബിൽ നിന്ന് പ്രോഫിറ്റ് അഥവാ പ്രോഫിറ്റ് അല്ല ക്ലബ്ബ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ നിന്ന് നല്ലൊരു ശതമാനം അവരും വലിക്കുന്നുണ്ട്. സോ 29% ഓണർഷിപ്പ് വെച്ച് റാഡ്ക്ലിഫിന് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആൻഡ് റാഡ്ക്ലിഫിൻ്റെ ബിസിനസ്സും ആസ് പെർ റിപ്പോർട്ട്സ് നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സും ഫൈനാൻഷ്യൽ മെട്രിക്സും ഒക്കെ നോക്കുമ്പോൾ റാഡ്ക്ലിഫിൻ്റെ ഇനിയോസ് ഗ്രൂപ്പിൻ്റെ മറ്റ് പ്രോജക്റ്റുകളിലും ലോസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പുള്ളിക്കും മേ ബി ഫണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് കാണാം. ആൻഡ് പുള്ളി ഓൾമോസ്റ്റ് 29% ഓണർഷിപ്പേ പുള്ളിയുടെ കയ്യിലുള്ളൂ. സോ പുള്ളിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ സത്യം പറഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂവിൽ വന്ന് അവിടെ ഇരിക്കേണ്ട ആരായെന്ന് പറയുക ഗ്ലേസേഴ്സ് ഗ്രൂപ്പ്. ഗ്ലേസേഴ്സ് ഗ്രൂപ്പിനെ അവിടെ ഫ്രണ്ടിൽ എത്തിയിട്ട് അവന്മാരോട് വേണമായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ചോദിക്കാൻ. റാഡ്ക്ലിഫ് ഇഷ്യൂസ് ഉണ്ട്. റാഡ്ക്ലിഫ് പറഞ്ഞു ഈ സീസണിൽ ഞങ്ങൾ സ്റ്റാർട്ടിൽ 300 മില്യണോളം സ്പെൻഡ് ചെയ്തു, ഞങ്ങൾ കൊണ്ടുവന്ന സൈനിങ്ങുകൾ ക്ലിക്കാവും. ആൻഡ് അമോറിമിനെ കുറിച്ച് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു അമോറിമിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആയ പ്ലെയേഴ്സ് വെച്ച് പുള്ളി പറ്റുന്ന റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്, ഗീവ് ഹിം ടൈം എന്നാൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സൈനിങ്സ് വന്നാൽ ഹി വിൽ ചേഞ്ച് എന്നാൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ടീം ചേഞ്ച് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ മാൻ യുണൈറ്റഡ് സൈൻ ചെയ്ത പല ഇഞ്ചേർഡ് പ്ലേയേഴ്സിനെ കുറിച്ചും പുള്ളി ഇൻഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ബോർഡ് സൈൻ ചെയ്ത അഥവാ ഇവരാണെങ്കിലും നേരത്തെ ബോർഡ് കൊണ്ടുവന്ന 2-3 സൈനിങ്സുകൾ അഥവാ ഇഞ്ചേർഡ് ആയി നിൽക്കുന്ന പ്ലേയേഴ്സിനെ കുറിച്ച് പുള്ളി അൺസർട്ടൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളോട് ക്ലിയർലി എറിക് ടെൻ ഹാഗിനെ കുറിച്ച് ചോദിച്ചു. എറിക് ടെൻ ഹാഗിനെ ആ ഒരു സിറ്റുവേഷനിൽ പ്രോബ്ലി സാക്ക് ചെയ്യുന്നതായിരുന്നു റൈറ്റ് ഡിസിഷൻ എന്ന് ഗ്യാരി നെവിൽ ചോദിച്ചു സീസൺ സ്റ്റാർട്ടിൽ. പക്ഷെ പുള്ളി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ അൺസർട്ടൻ ആണ്, ഞങ്ങൾ പുതിയൊരു ബോർഡാണ്, എറിക് ടെൻ ഹാഗ് FA കപ്പ് അടിക്കുന്നു, പ്രോബ്ലി ഞങ്ങളൊരു പ്രോപ്പർ റീപ്ലേസ്മെന്റിനെ കണ്ട് അവർ വെച്ച് കാണത്തില്ല. ആൻഡ് ആ ഒരു സമയത്ത് ദേ വെയർ അൺസർട്ടൻ എറിക് ടെൻ ഹാഗിനെ കീപ്പ് ചെയ്യണോ വേണ്ടോ. ആൻഡ് ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് കീപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ ഡിസിഷൻ തോന്നി, കീപ്പ് ചെയ്തു. പക്ഷേ ആ ഡിസിഷൻ തെറ്റായി പോയി എന്ന് ആൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ആ ഒരു കാര്യം. സോ അത് പോസിറ്റീവായിട്ട് എടുക്കാം. പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് പുള്ളിക്ക് ഫണ്ട്സ് ഡെഫിനറ്റ്ലി അസ് തിങ് സ്റ്റാൻഡ്സ് പുള്ളിയുടെ ഇന്റർവ്യൂ എന്നൊരു കാര്യം ഉറപ്പാണ്. കോസ്റ്റ് യുണൈറ്റഡ് കട്ട് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലബ്ബ് കൂടുതൽ ലോസിലോട്ട് പോകും. ക്ലബിന് ഈ വിൻഡോയിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ സെയിൽസ് വേണം. ആളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് ക്ലിയർലി വിസിബിൾ ആണ് ഈ കമ്മിങ് വിൻഡോയിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ സെയിൽസ് ഇല്ലാതെ നടക്കത്തില്ല.
ഗ്യാരണ്ടീഡ് ആയിട്ട് സെയിൽസ് ടീമിന് വേണം. അതുപോലെ തന്നെ ഇൻഡയറക്ട്ലി പുള്ളി ഗ്ലേസേഴ്സിനായിട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഡെപ്റ്റ് പേയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ലബിനെ ഓവർലി എക്സ്പോസ്ഡ് ആക്കരുത് എന്നുള്ള രീതിയിലൊരു സംസാരം പുള്ളിയുടെ ഇന്റർവ്യൂ എനിക്ക് ഓർമ്മ. അതായത് ഇൻഡയറക്ട്ലി ചെറുതായിട്ട് പുള്ളി ഗ്ലേസേഴ്സിനായിട്ട് ഓപ്പൺലി കൊടുത്തിട്ടില്ലെങ്കിലും ഗ്ലേസേഴ്സ് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയും സോർട്ട് ഔട്ട് ചെയ്യണം എന്ന ആളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അതെല്ലാം മാൻ യുണൈറ്റഡിന്റെ ഫാൻസിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. കാരണം 1.3 ബില്യൺ ഓളം 29% വേണ്ടി ഇവർക്ക് കിട്ടി, ഗ്ലേസേഴ്സിന് കിട്ടി. അതിൽ നിന്ന് അവർ ഡെപ്റ്റ് പേ ചെയ്ത് ഡെപ്റ്റിന്റെ എന്തെങ്കിലും പ്രിൻസിപ്പൽ പേയ്മെന്റ് നടത്തിയതായിട്ട് ഒന്നും റിപ്പോർട്ടുകളില്ല. അവരുടെ ഡെപ്റ്റ് അതിൽ നിന്ന് കുറയ്ക്കാനോ ഒന്നും പോയിട്ട് ഡെപ്റ്റ് പേയ്മെന്റ് മേ ബി അവർക്ക് ആ ഡെപ്റ്റ് ക്ലോസ് ചെയ്യാൻ, പക്ഷെ അത് ഫുള്ള് ഗ്ലേസേഴ്സ് എടുക്കുക. സോ ഡെഫിനറ്റ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ ഒരു ഇന്റർവ്യൂ റാഡ്ക്ലിഫ് കൊടുത്തതിന് ഞാൻ പുള്ളിക്ക് ഹാറ്റ്സ് ഓഫ് പറയുകയാണ്. പുള്ളി ആ മീഡിയ ഫേസ് ചെയ്യാൻ റെഡി ആയേനെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഗ്ലേസേഴ്സിനെ അവിടെ ഇരുത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതും ചോദിക്കേണ്ടവർ ചോദിക്കണം. ഗ്ലേസേഴ്സ് സത്യം പറഞ്ഞാൽ ആൻസർ ചെയ്യണം. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഗ്ലേസേഴ്സ് പ്ലേഡ് എ ഹ്യൂജ് റോൾ എന്നുള്ളത് നമുക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ക്ലിയർലി കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ബെസ്റ്റ് തിങ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഗ്ലേസേഴ്സിന്റെ 71% ഓണർഷിപ്പ് ഏതെങ്കിലും കൊള്ളാവുന്ന ടീം ഏറ്റെടുക്കുക, ക്ലബിന്റെ ഡെപ്റ്റ്സ് പേ ചെയ്യുക, ക്ലിയർ ഓഫ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് തിങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോയിങ് ഫോർവേഡ്. എങ്ങനെയായാലും ഗ്ലേസേഴ്സിന്റെ ആ പെർസെൻറ്റേജ് ഓഫ് ഓണർഷിപ്പ് പ്രോബ്ലി ഷെയ്ഖ് ജസീം പോലത്തെ പ്രോബ്ലി ഓയിൽ മണിയെങ്കിൽ ഓയിൽ മണി വരട്ടെ, ക്ലബ്ബ് രക്ഷപ്പെടട്ടെ. നമ്മളത് നോക്കിയാൽ പോരെ, ക്ലബ്ബ് രക്ഷപ്പെടട്ടെ. കാരണം ഗ്ലേസേഴ്സിന്റെ അണ്ടർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സാർ ജിം റാഡ്ക്ലിഫ് ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്, എനിക്കാണെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് മാഞ്ചസ്റ്റർ ഇറ്റ്സ് എ ലോങ് ടൈം പ്രോജക്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബെസ്റ്റ് സ്റ്റേഡിയം ഇൻ ദ വേൾഡ് ആക്കണം, ബെസ്റ്റ് ടീം ഇൻ ദ ലീഗ് ആക്കണം, സിൽവർ വെയർ അടിക്കുന്ന ബെസ്റ്റ് ടീം ആൻഡ് മോസ്റ്റ് പ്രോഫിറ്റബിളി റണ്ണിങ് ക്ലബ് ആക്കി മാറ്റണം. പക്ഷേ സാർ ജിം റാഡ്ക്ലിഫിന് 29% ഓണർഷിപ്പ് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്തുക ഓൾമോസ്റ്റ് എ മിറക്കിൾസ് തിങ് ആയിരിക്കും. ദർ വിൽ ബി ലിമിറ്റേഷൻസ് പോലെ. പുള്ളിയുടെ കയ്യിലായിരുന്നു ക്ലബിന്റെ കൺട്രോളെങ്കിൽ യെസ്, നമുക്ക് വേണേൽ പിന്നെയും പറയാം. പക്ഷെ പുള്ളിയുടെ ഔട്ട്സൈഡ് ബിസിനസിന്റെ കാര്യം ഈവൻ ഇഫ് മോശമായിട്ടാണ് പോകുന്നതെങ്കിൽ പുള്ളി ക്ലബ്ബിൽ ഫുള്ളി, കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ ഇറക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ക്ലബ്ബ് രക്ഷപ്പെടും. കാരണം അമ്മാതിരി റവന്യൂ ക്ലബ്ബ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഡെപ്റ്റ് പേയ്മെന്റ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, പിന്നെ ഓണർഷിപ്പിന്റെ വക അവരുടെ കട്ട് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുമ്പം ദർ വിൽ ബി ലിമിറ്റഡ് ബഡ്ജറ്റ് ടു സ്പെൻഡ് ആൻഡ് ലോസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. സോ അത്രേ ഞാൻ പറയുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് ഗ്ലേസേഴ്സ് ആൻഡ് ടീം ക്ലബ്ബ് ഒഴിഞ്ഞു പോകുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രക്ഷപ്പെടും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഏത് ഗ്രൂപ്പ് ഏറ്റെടുത്താലും മേ ബി ക്ലബ്ബ് രക്ഷപ്പെടുമായിരിക്കും. ഇതിനേക്കാളും ബെറ്റർ ഈ അവർ ഫണ്ട് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ആ ഡെപ്റ്റും ആ ഇൻട്രസ്റ്റും ഒന്ന് ക്ലിയർ ചെയ്താൽ, ആ ഡെപ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ക്ലബിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ക്ലബ്ബ് പ്രോഫിറ്റബിൾ ആയിട്ട് പോകും. ആൻഡ് ക്ലബ്ബ് നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ പ്രോപ്പറായിട്ടുള്ള ടീം, ഇപ്പോൾ ഒമർ ബറാഡോയുടെ ഒക്കെ ടീം ലുക്സ് ഗുഡ്, അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു ടീമിൻ്റെ അണ്ടർ ക്ലബ്ബ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ക്ലബ്ബ് രക്ഷപ്പെടും. ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല, ക്ലബ്ബ് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ അത് ഗ്ലേസേഴ്സ് ഉള്ളിടത്തോളം ക്ലബ്ബ് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ നല്ലൊരു ശതമാനം പേയ്മെൻറ്റിന് പോകും, കൂടാതെ നല്ലൊരു ശതമാനം അവരും വലിക്കും. ബാക്കിയെ പ്രോബ്ലി കാണത്തുള്ളൂ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും